കേരള സർവകലാശാലയിലെ ഉത്തരപേപ്പറുകൾ നഷ്ടമായതിൽ കർശന നടപടി സ്വീകരിക്കാൻ സിൻഡിക്കേറ്റ്. ഉത്തരവാദിയായ അധ്യാപകനെതിരെ നടപടിയുണ്ടാകും. അതിവേഗം സ്പെഷ്യൽ പരീക്ഷ നടത്തി ഫലപ്രഖ്യാപനം നടത്തും. അധ്യാപകനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ സിൻഡിക്കേറ്റ് രജിസ്ട്രാറെ ചുമതലപ്പെടുത്തി. വിഷയത്തിൽ അട്ടിമറി സംശയിക്കുന്നതായി മന്ത്രി ആർ ബിന്ദു പ്രതികരിച്ചു. ഉത്തരക്കടലാസ് നഷ്ടപ്പെട്ടതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് KSU ഗവർണർക്കും മന്ത്രിക്കും പരാതി നൽകി. ഒരു അധ്യാപകൻ്റെ കൃത്യവിലോപം കൊണ്ട് വളരെ മോശമായിട്ടുള്ള ഒരു അഭിപ്രായം ഉയർന്നു വരാവുന്ന നിലയിൽ ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനെ വളരെ ഗൗരവപൂർവമായിട്ട് കാണുകയാണ്. ഈ അധ്യാപകനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുകയാണ്. സർവകലാശാല കേരളത്തിലെ പോലീസ് സംവിധാനത്തിൻ്റെ മേധാവിയെ തന്നെയാണ് അറിയിക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. TV പ്രസാദ് വിവരങ്ങളുമായി. പ്രസാദ്, വലിയ അനാസ്ഥയുടെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 71 വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസാണ് ഇപ്പോൾ കാണാതായത്. വീണ്ടും പരീക്ഷ എഴുതേണ്ടത് ഏപ്രിൽ 7-നുമാണ്. എന്താണ് ഇപ്പോൾ മന്ത്രി സംശയിക്കുന്നത് ഇക്കാര്യത്തിൽ? അശ്മതി പറഞ്ഞതുപോലെ MBA വിദ്യാർത്ഥികളുടെ 3ാം സെമിസ്റ്ററിലെ പ്രൊജക്റ്റ് ഫിനാൻസിൻ്റെ 71 പേപ്പറുകളാണ്, ഉത്തരക്കടലാസുകളാണ് അധ്യാപകൻ്റെ കയ്യിൽ നിന്ന് പാലക്കാട് വെച്ച് കാണാതായത്. മൂല്യനിർണ്ണയത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ഈ പേപ്പർ താൽക്കാലിക അധ്യാപകൻ്റെ കയ്യിലേക്ക് എത്തുന്നതും പിന്നീട് അത് നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടായതും. ഇത് സംബന്ധിച്ച് വലിയ പ്രതിഷേധങ്ങളാണ് ഇന്ന് വിദ്യാർത്ഥി സംഘടനകളിൽ നിന്ന് ഉയർന്നത്. ഒപ്പം സർവകലാശാലയുടെ ഭാഗത്തുനിന്ന് കർശന നടപടികളിലേക്ക് കടക്കുകയാണ്. സർവകലാശാല സിൻഡിക്കേറ്റ് സ്പെഷ്യൽ പരീക്ഷ എത്രയും പെട്ടെന്ന് നടത്തി കുട്ടികൾക്ക് റിസൾട്ട് കൊടുക്കാനുള്ള തീരുമാനം ഉണ്ടാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നു. മാത്രമല്ല, അധ്യാപകനെതിരെ കർശനമായ നടപടി സ്വീകരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അധ്യാപകൻ നിലവിൽ താൽക്കാലിക ഗസ്റ്റ് അധ്യാപകനാണ്. അതുകൊണ്ട് തന്നെ മറ്റ് സർവീസ് സംബന്ധിച്ച നടപടികളിലേക്കൊന്നും കടക്കാനും കഴിയില്ല. എന്തായാലും ഗൗരവമായി രജിസ്ട്രാർ തന്നെ DGPക്ക് പരാതി നൽകിക്കൊണ്ടുള്ള അന്വേഷണത്തിനാണ് മുതിരുകയും ചെയ്യുന്നത്. സമീപകാല ചരിത്രത്തിൽ ഒന്നുമില്ലാത്ത നിലയിലാണ് ഇങ്ങനെ 71 കുട്ടികളുടെ ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെടുന്ന നിലയിലുണ്ടായത്. ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം സ്മൃതി, 3ാം സെമിസ്റ്ററിലേതാണ് നഷ്ടപ്പെട്ടത്. അവരുടെ പരീക്ഷ ഇപ്പോൾ സ്പെഷ്യലായി വെച്ചിരിക്കുന്നത് ഏപ്രിൽ 7-നാണ്. കഴിഞ്ഞ മെയ്യിലാണ് അവർ ഈ പരീക്ഷ എഴുതിയത്. അവർ 4ാം സെമിസ്റ്റർ പരീക്ഷയും കഴിഞ്ഞ് 3ൻ്റെയും 4ൻ്റെയും റിസൾട്ട് കാത്തിരിക്കുമ്പോഴാണ് ഒരു ദുരന്തം എന്ന പോലെ ഇങ്ങനെ പേപ്പർ നഷ്ടപ്പെട്ട വിവരം എത്തുന്നതും. ഇനിയിപ്പോൾ വിദേശത്തും അതുപോലെ തന്നെ ജോലിയുടെ ആവശ്യത്തിന് ഇതര സംസ്ഥാനത്തിലേക്കും പോയ കുട്ടികളെല്ലാം വന്ന് ഈ 71 പേരും പരീക്ഷ എഴുതേണ്ട ഗതികേടിലാണ്. എന്തായാലും വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധിക്കുന്നു. സർവകലാശാല കർശന നടപടികളിലേക്ക് കടക്കുന്നു. ഇനി ഇത്തരം സംഭവം ആവർത്തിക്കാതിരിക്കാൻ എന്ത് നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് ഇവരും ഉറ്റുനോക്കുന്നത്. സ്മൃതി, ശരി. TV പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.